എന്നെ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു സിനിമയുടെ കഥ കേട്ടതുപോലെയുണ്ട്. എന്റെ കഥയുടെ ക്ലൈമാക്സ് ട്രാജഡിയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ നീ എന്നെ ഒന്ന് സഹായിക്കണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി വാങ്ങിച്ചു തരണം. എന്ത് ജോലിയാണേലും കുഴപ്പമില്ല. ഹരിത പ്രഗ്നന്റാ. കയ്യിൽ പണം ഉണ്ടായാലേ പറ്റൂ. പോരാത്തതിന് ജോലിയും കൂലിയും ഇല്ലാതെ ഞാൻ മടുത്തു. കുറുപ്പ് സാറ് നിന്റെ കാര്യത്തില് ഇടപെടൂലേ? അവർക്ക് ചേർന്ന ബന്ധമല്ലായിരുന്നല്ലോ ഇത്. ഹരിതയുടെ നിർബന്ധത്തിന് വഴങ്ങി ഇടക്കാലത്ത് കുറച്ച് ബന്ധമൊക്കെ കാണിച്ചു. പക്ഷെ ഇപ്പൊ ഹരിതയുടെ അച്ഛന് ഞാൻ എങ്ങനെയെങ്കിലും അവളുടെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയാ മതിയെന്നായി. ഇപ്പോ കിട്ടുന്ന അവസരത്തിലൊക്കെ ഹരിതയുടെ മുമ്പിൽ ടാറടിച്ച് കാണിക്കാൻ ശ്രമിക്കും. ഈനാമ്പേച്ചിക്ക് മരപ്പെട്ടി കൂട്ടുന്ന പോലെ അങ്ങേർക്കൊരു പെങ്ങളുകൂടിയുണ്ട്, ആനന്ദവല്ലി. മനോജിന് വേറെ ജോലിക്കൊന്ന് ശ്രമിച്ചൂടെ? എല്ലാ ശ്രമങ്ങളും നടത്തി. കുറച്ചുനാള് സ്വന്തമായിട്ടൊരു ബിസിനസ് ചെയ്തു. അത് 8 നിലയിൽ പൊട്ടി. മനോജെ, ബിടെക് കഴിഞ്ഞ് ആദ്യം എഴുതിയ ടെസ്റ്റ് എങ്ങനെയോ കിട്ടി. അങ്ങനെ ഒരു ബാങ്ക് ജോലിക്കാരനായി. ഇപ്പോ മാനേജർ പോസ്റ്റ് ആയപ്പോ പലപ്പോഴും രാത്രി 9 മണിക്കാ വീട്ടിലെത്തുന്നത് പോലും. സർ, ഓർഡർ. മനോജെ, കോഫിയോ ചായയോ? എന്തായാലും മതി. 2 കോഫി. ഓക്കെ സർ. അതായത് മനോജെ, ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ സമൂഹമായിട്ടൊന്നും എനിക്കൊരു ബന്ധവും ഇല്ലെന്നാ. ജീവിതം ഫുൾ ടൈം ബാങ്കിനകത്തായി. ഏതായാലും മനോജ് ഒരു കാര്യം പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ശ്രമിക്കാം. എന്ത് ജോലി ഞാൻ ചെയ്യും. നിന്നോടല്ലാതെ തൽക്കാലം എനിക്ക് ഇത്ര അടുപ്പുള്ളൊരു ഫ്രണ്ട് ഇല്ല. ശരി സർ. കോഫി കുടിക്ക്, എല്ലാം ശരിയാവും. കോഫി കുടിക്ക്. ഹലോ. കടം വാങ്ങിച്ച് ദൂർത്തടിച്ചപ്പോ നീ ഓർത്തില്ലല്ലേ? അത് നിന്റെ തന്ത മാധവൻ നായരുണ്ടാക്കിയ പൈസ അല്ലെന്ന്. ഞാനിപ്പോ കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളിലാണ്. ഒരു 2 മാസം കൂടി എനിക്ക് തരണം. ഉറപ്പായിട്ട് അതിനുള്ളിൽ തരും. 2 മാസം പോയിട്ട് 2 ആഴ്ചത്തെ സമയം പോലും നിനക്ക് ഞാൻ തരില്ല. 48 മണിക്കൂർ, വെറും 48 മണിക്കൂറിനുള്ളിൽ നീ സെറ്റിൽ ചെയ്തിരിക്കണം. ഇനിയൊരു ഫോൺ വിളിയില്ല. അപ്പൊ ഇതാണ് അവസ്ഥ. ഇതുപോലെ ഒത്തിരി പേരുണ്ടോ? ഇല്ല, 3 പേര്. ഒരു ജോലിയുടെ കാര്യം ഞാൻ ശ്രമിക്കാം. നീ മാസങ്ങളുടെ പേരൊക്കെ തിരിച്ചും മറിച്ചു വിടുവാണോ? അതെ, മേടമാസത്തിലാണ് ഹരിതയുടെ പ്രസവം, ഇടവത്തിൽ മീനാക്ഷിയുടേത്, മിഥുനത്തിൽ വന്ദനയുടേത്. അല്ല, ഇനി 1 മാസം കൂടെ നീ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞു. ദേ, ഞാൻ വർഷോപ്പുകാരാണെന്ന് വെച്ച് എനിക്ക് ഓർമ്മശക്തിയിലൊന്നും വിചാരിക്കരുത്. ഞാൻ എന്റെ മാധവേട്ടന് ഓർമ്മശക്തി ഉണ്ടോന്ന് പരീക്ഷിച്ചതല്ലേ. എന്നാ കർക്കിടക മാസത്തിൽ നമ്മുടെ വർഷമോളുടെ കുഞ്ഞും വരും. സത്യമാണ്. ആ, വർഷമോളും അമ്മയാകാൻ പോകുന്നു. ഈ തീയതികളൊക്കെയാ ഞാൻ ഡയറിയിൽ കുറിച്ചത്. ഇത് പറയാൻ വേണ്ടിട്ട് ഞാൻ മാധവേട്ടന്റെ വർക്ക്ഷോപ്പിൽ വന്നിരുന്നു. അല്ല, മാധവേട്ടൻ ഈ വർക്ക്ഷോപ്പിൽ പോന്നു പറഞ്ഞ് ഇന്ന് എങ്ങോട്ടാ പോയെ? ചന്ദ്രു, ഞാനേ ബാങ്കിലൊന്ന് പോയതാ. ഓ, വീട് പണിക്കുള്ള കുറച്ച് പൈസയും സോമന് കൊടുക്കാനുള്ള കാശും എടുത്തു വെക്കണ്ടേ? ആ, മാധവേട്ടൻ അതിന് പോയതായിരുന്നോ? ആ, ഓ, ബാങ്കിലൊക്കെ എന്താ തിരക്ക്. ഈ ടോക്കൺ സമ്പ്രദായം ഉള്ളതുകൊണ്ട് ഇന്ന് പണം കിട്ടിയെന്ന് പറയാം. ആ, നീ ആ കാശ് എടുത്തൊന്ന് എണ്ണി നോക്ക്, ഞാൻ എടുത്തു തരാം. ഇത് ഒരുപാടുണ്ടല്ലോ. 25 ലക്ഷം രൂപയല്ലേ? 25 ലക്ഷമോ? 25 ലക്ഷമോ?
ഇതിൽ 15 ലക്ഷം രൂപ സോമന് കൊടുക്കാനുള്ളതാ. ഇത് കോൺട്രാക്ട് ഒക്കെ കൊടുക്കാനുള്ളതുവാ. അയാൾ പൈസ ചോദിച്ചിരുന്നില്ലേ? ഇതെല്ലാം ഭദ്രമായിട്ട് അലമാര വെച്ച് പൂട്ടിക്കോ. അതിനടുത്ത് ജഗനങ്ങൾ എന്താ ഇത്രയും വൈകിയത്? ഇന്ന് കുറച്ച് ജോലി അധികമായിരുന്നു മോളെ. ഓ, അതാണോ താമസിച്ചത്? ആ അതെ, അങ്കിള് വന്ന ഉടനെ ദീമോളയും വന്ദനാമയും തിരക്ക് കുറെ നടന്നു. ജയനങ്ങള് വന്നിട്ട് ഞാൻ ആഹാരം കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിരുന്നതാ. ഇത്രയും താമസിച്ചിട്ടും ജയനങ്ങള് വരാതിരുന്നപ്പോ എനിക്ക് വിശപ്പായി. അത് സാരമില്ല. വന്ദനേ, ഇന്നേ ഒരുപാട് അലച്ചിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ആനയെ തിന്നാനുള്ള വിശപ്പുണ്ട്. ആനയെ തിന്നാനുള്ള വിശപ്പോ? വന്ദനമ്മ രാവിലെ മുതലൊന്നും കഴിച്ചില്ലല്ലോ. ഒന്നും കഴിക്കുന്നില്ലേ? മോള് കഴിച്ചു കഴിഞ്ഞില്ലേ? പുറത്തേക്ക് പോ. വന്ദനമ്മ കഴിക്കുന്നത് കണ്ടിട്ടേ ഞാൻ പോകുന്നുള്ളൂ. എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ? കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. വേണ്ട,